നമ്മൾ ഇനി ഇമേജ് അപ്ലോഡ് ആണ് പഠിക്കാൻ പോകുന്നത്. ഇമേജ് അപ്ലോഡ് കഴിഞ്ഞ് നമുക്ക് ഡാറ്റാബേസിലേക്ക് പോകാം, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ വിട്ടുപോകും. ഓക്കെ, അതായത് ഇത്രേ ഉള്ളൂ. നിങ്ങൾ ആ ഇമേജ് എന്തിനാണ് അപ്ലോഡ് ചെയ്യുന്നത്, എന്താണ് ഇമേജ് അപ്ലോഡ് നടക്കാനുള്ള കാര്യം മനസ്സിലാക്കാം. ഓക്കെ, ഇപ്പൊ നമ്മൾ ഒരു നമ്മളൊരു യൂസറിനെ ആഡ് ചെയ്യുന്നു. ഞാൻ പറഞ്ഞ ശ്രദ്ധിക്കണം, ഒരു യൂസറിനെ ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ യൂസറിന്റെ നെയിം ഇല്ലേ, നെയിം, എന്താ ഏജ്, പിന്നെ പ്ലേസ്, ഇതൊക്കെ നമ്മൾ ആഡ് ചെയ്യും, വാങ്ങിക്കും. ഇല്ലാണ്ട് നമ്മൾ എവിടെ സ്റ്റോർ ചെയ്യുക, ഡാറ്റാബേസിലേക്ക്. ഓക്കെ ആണല്ലോ. അതുപോലെ ആ യൂസറിന്റെ ഇമേജ് എന്ന് വെച്ചാൽ നമ്മൾ ഈ ഇമേജ് ഒരിക്കലും ഡാറ്റാബേസിലേക്ക് സേവ് ചെയ്യില്ല. അതിന്റെ കാര്യം എന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മളൊരു ഇമേജ് വരുന്നു, ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്യുന്നത് ഒരു പ്രത്യേക രീതിയായിരിക്കും, ഒരു പ്രത്യേക ഫോർമാറ്റായിരിക്കും. ഇപ്പൊ നമ്മുടെ മൊങ്കോഡിയുടെ ആണെങ്കിൽ അതിനകത്ത് ബൈനറി ജേസൺ എന്ന് പറഞ്ഞ ഫോർമാറ്റ് ഉണ്ട്. അതായത് നമ്മൾ ഈ ഇമേജിനെ എടുത്ത് കൺവേർട്ട് ചെയ്ത് ബൈനറി ആക്കി പിന്നെ അതിനെടുത്ത് ആ ഫോർമാറ്റിലാക്കി സ്റ്റോർ ചെയ്ത് പിന്നെ എടുത്ത് റിട്രീവ് ചെയ്ത് ആ ഫോർമാറ്റിൽ മാറ്റി അതിന്റെ JPEG ആണോ PNG ആണോ അതിന്റെ ഫോർമാറ്റ് ഏതാണോ ആ ഫോർമാറ്റിലേക്ക്, അങ്ങനെ കുറെ പ്രോസസ് ഉണ്ട് ഇല്ലേ. അപ്പൊ നമ്മൾ ഡാറ്റാബേസിലേക്ക് ഇമേജ് സേവ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ടൈം എടുക്കുന്ന പ്രോസസ്. മൊത്തം ലാഗാവും, ഇമേജ് ഒക്കെ ലോഡായി വരാൻ ലാഗാവും. കാര്യം എന്താ, ഈ പറഞ്ഞാൽ ഇപ്പൊ ഒരു ഇമേജ് എന്ന് പറഞ്ഞാൽ JPEG ആവാം, PNG ആവാം, ഇതെല്ലാം ഓരോ അൽഗോരിതം ഓരോ രീതിയിലാണ് ഈ ഇമേജിനെ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ നമ്മൾ അതിനെ ആദ്യം എടുത്ത് ബൈനറി ആക്കണം, പിന്നെ അതിനെ എടുത്ത് ആ മറ്റേ ഫോർമാറ്റിലോട്ട്, ആ സേവ് ചെയ്യേണ്ട ഫോർമാറ്റിലോട്ട് ആക്കണം, അവിടെ നിന്ന് തിരിച്ചു കൊണ്ടുവരണം, പിന്നെ അവിടെ ഇമേജിന്റെ ആക്ച്വൽ ഫോർമാറ്റ് ആണ് അവിടെ കൊണ്ടുവരണം, എന്നിട്ടാണ് അയച്ചു കൊടുക്കേണ്ടത്. ഇത്രയും പ്രോസസ് ഉണ്ട്. അപ്പൊ അത് ഭയങ്കര സ്ലോ പ്രോസസ്സാണ്. അപ്പൊ ഇമേജ് നമ്മൾ ഡാറ്റാബേസിലേക്ക് സേവ് ചെയ്യുന്നത് എന്നല്ല നല്ലൊരു വേ അല്ല ഇല്ലേ. അപ്പൊ അത് കറക്റ്റ് അല്ല. അപ്പൊ നമ്മൾ ചെയ്യുന്ന പരിപാടി എന്താ വെച്ചാൽ, നമ്മൾ ഒരു സർവർ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, സർവർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കമ്പ്യൂട്ടർ, അതിൽ മെമ്മറി ഉണ്ടാവും. ഓക്കെ, ആ കമ്പ്യൂട്ടറിലായിരിക്കുമല്ലോ നമ്മൾ എന്ത് ചെയ്യുക, ബാക്ക് എൻഡ് റൺ ചെയ്യാം. ഓക്കെ, ആ കമ്പ്യൂട്ടറിനായിരിക്കും നമ്മൾ ഡാറ്റാബേസ് ക്രിയേറ്റ് വെക്കണം, അല്ലെങ്കിൽ എവിടെയെങ്കിലും ആയിക്കോട്ടെ ഡാറ്റാബേസ്. എന്നിട്ട് നമ്മൾ എന്താ വെച്ചാൽ ഈ അപ്ലോഡ് ചെയ്യുന്ന ഇമേജിനെ നമ്മുടെ സർവർ തന്നെ സ്റ്റോർ ചെയ്യും, ഒരു ഫോൾഡർ സ്റ്റോർ ചെയ്യും. ഓക്കെ, നമ്മളൊന്നും കൺവേർട്ടും ചെയ്യില്ല. അപ്ലോഡ് ആവുന്ന ഇമേജിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, സർവർ തന്നെ സ്റ്റോർ ചെയ്യും, സർവറിൽ ഒരു ഫോൾഡർ സ്റ്റോർ ചെയ്യും. എന്നിട്ട് ഈ സർവറിലുള്ള ഇമേജിനെ നമ്മൾ URL വഴി നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, മനസ്സിലായോ? എന്നിട്ട് നമ്മൾ എന്താ വെച്ചാൽ, അത് കുറച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. അപ്പോൾ URL നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. എന്നിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു സൈറ്റിൽ കയറിയിട്ട് ഒരു ഇമേജ് എടുക്കാൻ വെച്ചാൽ, ചുമ്മാ കാർ ഇമേജ് എന്ന് സെർച്ച് ചെയ്യുന്ന സമയത്ത് ഒരു ഇമേജ് വരും. നമ്മൾ ആ ഇമേജിനെ ഓപ്പൺ ചെയ്യുവാണെങ്കിൽ നോക്കിയേ, കാർ വാലറ്റ്. ഇപ്പൊ ഇതിനകത്ത് അത് ലോഡാകത്തോണ്ട, ഈ നെറ്റിൽ അത് ലോഡാകത്തില്ല, അത് ബ്ലോക്ക് ചെയ്തേക്കാം. അപ്പൊ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഒരു URL കാണാം, carvalet.com, ഏതോ ഒരു സർവറിന്റെ അഡ്രസ് ആണത്, /image/ എന്നൊക്കെ പറഞ്ഞിരിക്കും കിട്ടുക. അതായത് ഏതോ സർവർ കിടന്ന ഇമേജാണ്, ആ ഇമേജിന്റെ ലിങ്ക് ആണ് നമുക്ക് ഇവിടെ കിട്ടിയേക്കുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞെന്താ വെച്ചാൽ, ഈ ഇമേജ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഇമേജ് എടുത്ത് നമ്മൾ സർവർ സ്റ്റോറി, ഡാറ്റാബേസ് സ്റ്റോറി ഇല്ല, സർവർ സ്റ്റോറി. എന്നിട്ട് ആ സർവറിൽ കിടന്ന ഇമേജ് ആക്സസ് ചെയ്യാൻ ലിങ്ക് ഉണ്ടാവും, നമ്മൾ ആ ലിങ്ക് ആണ് എടുത്തിട്ട് ഡാറ്റാബേസ് സ്റ്റോർ ചെയ്യാം. അതായത് നമ്മൾ ഡേറ്റ ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത് അയാളുടെ നെയിം, അയാളുടെ ഏജ്, അവിടെ എല്ലാം ഡേറ്റ, അയാളുടെ പേരെന്താണോ അത് നമ്മൾ സ്റ്റോർ ചെയ്യും, ഏജ് സ്റ്റോർ ചെയ്യും, പ്ലേസ് സ്റ്റോർ ചെയ്യും. ഇമേജ് സ്ഥാനത്ത് നമ്മൾ സ്റ്റോർ ചെയ്യാൻ പോകുന്നത് ഇമേജ് സർവറിൽ ഇട്ടിട്ട് ആ സർവറിലേക്കുള്ള ലിങ്ക് ആണ്, അതായത് ഡാറ്റാബേസ് സ്റ്റോർ ആവുന്ന ആ ലിങ്ക. ഓക്കെ, എന്നിട്ട് ഇപ്പൊ ആ ഡാറ്റ നമ്മൾ ഫ്രണ്ടിൽ കാണിക്കാൻ വെച്ചോ, അപ്പൊ എന്ത് ചെയ്യണം, നെയിം വരും, അയാളുടെ ഏജ് വരും, പ്ലേസ് വരും, ഇമേജ് ആയിട്ട് എന്ത് വരും, ലിങ്ക് വരും. നമുക്ക് അതിന്റെ ലിങ്ക് കൊടുത്താൽ പോലെ, അപ്പൊ ആ ലിങ്ക് എന്ത് ചെയ്യും, സർവർ നിർത്തോളും. ഇങ്ങനെയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ fake_store_api.com നോക്കുന്നത് മനസ്സിലാവും. അവിടെ നമ്മൾ പ്രൊഡക്ട്സ് ഉപയോഗിച്ചില്ലേ, fake_store_api.com, അവിടെ നമ്മൾ പ്രൊഡക്ട്സ് ഉപയോഗിച്ച സമയത്ത് നമുക്ക് ആ വരുന്ന ഡാറ്റാബേസിൽ വരുന്ന ഡാറ്റ. ഓക്കെ, പക്ഷെ ആ ഡാറ്റയ്ക്കകത്ത് ഇമേജ് സ്ഥാനത്ത് എന്താ നിൽക്കുന്നത്, അതായത് ഈ ലിങ്ക് എന്ന് പറയുന്നത് ഈ fake_store_api-യുടെ സർവറിലുള്ള ഏതൊരു ഫോൾഡറിലേക്കുള്ള ലിങ്കാണ്. ആ ഫോൾഡറിൽ ഇവർ ഇമേജ് സ്റ്റോർ ചെയ്തിട്ട് ആ ലിങ്ക് ആണ് ഡാറ്റാബേസ് സേവ് ചെയ്യുക. മനസ്സിലായി പറഞ്ഞേ? അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അല്ലാതെ നമ്മൾ ഒരിക്കലും ഡാറ്റാബേസിൽ സ്റ്റോർ ആവില്ല. പക്ഷെ അവിടെയും ആ സർവർ സ്ലോ ആണെങ്കിൽ പിന്നെ ഇമേജ് ലോഡ് സ്ലോ ആവും. അപ്പൊ നമ്മൾ ആക്ച്വലി നിങ്ങളുടെ കമ്പനി കയറുന്ന നിങ്ങൾ ചെയ്യുന്നത് വെച്ചാൽ, ഇമേജ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത് ഇപ്പം Amazon ആണ് S3 ബക്കറ്റ് എന്ന് പറയുന്ന സാധനം, അത് ഡാറ്റാബേസ് അല്ല, അതുപോലെ ഒരു മെമ്മറിയാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പൊ ഗൂഗിളിന് വേറെ ഗൂഗിൾ ഇമേജ് ഉണ്ട്. അപ്പൊ നമ്മൾ ഇവിടുന്ന് അപ്ലോഡ് സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ Amazonന്റെ S3 ബക്കറ്റിലേക്ക് തന്നെ സേവ് ചെയ്യും. അപ്പൊ അവിടുന്ന് റെസ്പോൺസ് ആയിട്ട് ലിങ്ക് വരും, നമ്മുടെ ലിങ്ക് എടുത്താണ് ഡാറ്റാബേസ് സ്റ്റോർ ചെയ്യുന്നത്. അതായത് ആക്ച്വലി ഡാറ്റാബേസ് സ്റ്റോർ ആവത്തില്ല, ഇമേജ് സ്റ്റോർ ആവില്ല, ഡാറ്റാബേസ് എപ്പോഴും ലിങ്ക് ആയിരിക്കും സ്റ്റോർ ചെയ്യുക. അപ്പൊ നമ്മുടെ ടെക്നിക്ക് എന്ന് വെച്ചാൽ, നമ്മൾ ആ ഇമേജ് ലോഡിംഗ് ഫാസ്റ്റ് ആക്കാൻ വേണ്ടി നല്ല ഫാസ്റ്റർ ആയിട്ടുള്ള ഒരു സർവർ യൂസ് ചെയ്യും. എന്നിട്ട് നമ്മുടെ സർവറിൽ സേവ് ചെയ്യുന്നില്ല, യൂസർ അവിടെ സെൻഡ് ചെയ്യുന്നു, ഇമേജ് അപ്ലോഡ് ചെയ്യാൻ ഇമേജ് സെൻഡ് ചെയ്യുന്നു. വേറെ സർവർ വാങ്ങിക്കും. ഇപ്പോൾ Amazonന്റെ S3 ബക്കറ്റ് എന്ന് പറഞ്ഞ സർവർ ഉണ്ട്, അതാണ് മെയിൻ ആയിട്ട് ഇമേജിലേക്ക് വേണ്ടി ഫോക്കസ് ചെയ്യുന്നത്. മിക്ക കമ്പനി അതാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, യൂസർ അവിടെ സെൻഡ് ചെയ്യുന്ന ഡാറ്റ മൊത്തത്തിൽ നമുക്ക് ഇവിടെ കിട്ടും, ബാക്ക് എൻഡ് കിട്ടും. ഓക്കെ ആണല്ലോ. നമ്മൾ ആ ബാക്കിൽ നിന്ന് ഇമേജ് മാത്രം എടുത്തിട്ട് എങ്ങോട്ട് സേവ് ചെയ്യും, നമ്മുടെ S3 ബക്കറ്റിലേക്ക് സേവ് ചെയ്യും. അപ്പൊ അവിടുന്ന് റെസ്പോൺസ് ആയിട്ട് അതിലേക്കുള്ള ലിങ്ക് വരും. അതായത് S3 ബക്കറ്റ് എന്ന് പറഞ്ഞ ഫോൾഡർ ഫാസ്റ്റ് ആണേ ഉള്ളൂ, ആ ഫോൾഡർ സേവ് ചെയ്യും. ആ ഇമേജ് അവിടെ പോയി ഒന്നും കൺവേർട്ട് ആവുന്നില്ല, ഇമേജ് അതുപോലെ തന്നെ പോയി സേവ് ആവും, ലിങ്ക് വരും. നമ്മൾ ആ ലിങ്ക് എടുത്തിട്ട് എന്ത് ചെയ്യും, നമ്മുടെ ഡാറ്റാബേസ് സേവ് ചെയ്യും. ഇങ്ങനെയാണ് വർക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് ആദ്യം ഇത് ചെയ്ത് നോക്കാം. അപ്പൊ നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ട ശ്രദ്ധിച്ചിരിക്കുക. അപ്പൊ ഞാൻ ഈ പ്രോജക്റ്റിലേക്ക് നമുക്ക് അതിനെ ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, ഞാൻ ആദ്യം ഇത് ഇമേജ് അപ്ലോഡ് പഠിക്കാൻ വേണ്ടി മാത്രം നമ്മൾ വേറെ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. വേറെ ഒന്നുമില്ല, ഇമേജ് മാത്രം അപ്ലോഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മാത്രം പഠിക്കുന്നു. എന്നിട്ട് നമുക്ക് നമ്മുടെ പ്രോജക്റ്റിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അത് ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മളിപ്പോൾ ആഡ് ചെയ്യുമ്പോൾ ഇമേജ് ലിങ്ക് അല്ലേ കൊടുക്കുന്നത്, അതിന് വരെ ഇമേജ് ആയിട്ട് ഡയറക്റ്റ് നമുക്ക് അപ്ലോഡ് ചെയ്യുന്ന സെറ്റപ്പിലേക്ക് മാറ്റാം. അതായത് നമ്മൾ ചൂസ് ഇമേജ് ചെയ്തിട്ട് ഇപ്പൊ നമ്മൾ ഇതുണ്ടോ ഇൻപുട്ട് ആയിട്ട് ആ ഒരു ലിങ്ക് ടൈപ്പ് ചെയ്യല്ലേ, അതിന് നമ്മൾ ചൂസ് ഇമേജ് കൊടുത്ത് നമ്മൾ അതിന്റെ ഇമേജ് ചൂസ് ചെയ്ത് നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള ഇമേജ് ആണ് ചൂസ് ചെയ്യാം. അതിലേക്ക് സെലക്ട് ചെയ്ത് നമുക്ക് ആദ്യ സെറ്റപ്പിലേക്ക് മാറ്റാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് എങ്ങനെയാണ് ഇമേജ് അപ്ലോഡ് ചെയ്യാൻ നോക്കാം. ഞാൻ പറഞ്ഞ ഇത്ര കാര്യം മനസ്സിലായി നിങ്ങൾക്ക്, ഇങ്ങനെയാണ് ഇമേജ് നമ്മൾ വർക്ക് ചെയ്യുക. അപ്പൊ അതിനുവേണ്ടി ഞാൻ പുതിയൊരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു, 03 ഇമേജ്. അപ്പൊ നമുക്ക് സെർവർ ക്രിയേറ്റ് ചെയ്യാൻ എന്തൊക്കെ വേണം, ആദ്യം npm init, പിന്നെ ഒരു ഒരു ഫയല്, പിന്നെ server.js കൊടുക്കണം. ഓക്കെ, ഇനി എന്താ വേണ്ടേ, നമുക്ക് എക്സ്പ്രസ് വേണം,
നോട്ട്മോൺ വേണം. നിങ്ങൾ വരുന്നു, എന്ത് ചെയ്യുന്നു, ഡവ് നോട്ട്മോൺ സെർവർ ഡോട്ട് ജെഎസ്. ഓക്കെ, കോൺസ്റ്റ് എക്സ്പ്രസ് ഈക്വൽ ടു സ്ക്വയർ കോൺസ്റ്റ് ആപ്പ് ഈക്വൽ. ഓക്കെ ആണല്ലോ. നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ വെച്ചാൽ ഈ സർവറിനകത്ത് ഞാൻ പറഞ്ഞു, സർവറിനകത്ത് നമ്മൾ ഇമേജ് എല്ലാം സേവ് ചെയ്യുന്നത് സർവറിനകത്താണ്. സെർവർ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ സെർവറിന്റെ ഫോൾഡർ ആണ് 03 ഇമേജ്. ആ ഫോൾഡറിനകത്ത് തന്നെയാണ് അപ്ലോഡ് ചെയ്യുന്ന ഇമേജ് സേവ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞു അപ്ലോഡ് ചെയ്യുന്ന ഇമേജ് നമുക്ക് എന്ത് ചെയ്യാം, ലിങ്ക് ടു ആക്സസ് ചെയ്യാം. ഇല്ലേ, നമ്മൾ ചെയ്തിട്ടില്ലേ, നമ്മളിപ്പോൾ അതിൽ ചെയ്തത്. മറ്റേ അതിനുവേണ്ടി എന്താ ചെയ്യുന്നത്, 02 നമ്മൾ ചെയ്തില്ലേ, പബ്ലിക്ക് കൊടുത്തേ. അപ്പൊ നമ്മൾ അതിനുവേണ്ടി എന്ത് ചെയ്യണം, നമ്മൾ ആദ്യം ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം, പബ്ലിക് ഇല്ലേ. അപ്പൊ നമ്മളെന്ന് പറയുന്നത് പബ്ലിക്. എന്നിട്ട് നമ്മൾ ഇവിടെ വരിക, എന്ത് ചെയ്യുക, മിഡിൽവെയർ കണക്ട് ചെയ്യുക, ആപ്പ് ഡോട്ട് യൂസ് എക്സ്പ്രസ് ഡോട്ട് സ്റ്റാറ്റിക്. എന്നിട്ട് നമ്മൾ നമ്മുടെ ഫോൾഡറിന്റെ പേര് പറഞ്ഞു കൊടുക്കാം, നമ്മൾ പബ്ലിക്കിന് കൊടുക്കും. അതായത് ഇനി ഒരു സ്റ്റാറ്റിക് ഫയലിന് വേണ്ടി ഒരു റിക്വസ്റ്റ് ഈ ഒരു എന്താ സർവറിലേക്ക് വന്നാൽ പബ്ലിക് ഫോൾഡറിൽ പോയി നോക്കും. സ്റ്റാറ്റിക് ഫയൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമേജ് ഫയൽ, CSS ഫയലൊക്കെയാണ് സ്റ്റാറ്റിക് ഫയൽ. ഓക്കെ, ഇനി ഇതൊക്കെ നമുക്ക് ചുമ്മാ ഇത് വർക്ക് ആവാൻ വേണ്ടി ഒരു ഇമേജ് ഇട്ട് നോക്കാം. നമ്മുടെ ഇമേജ് ഒക്കെ നമ്മൾ ഇവിടെ ഇട്ടുണ്ടല്ലേ, ഇതുണ്ടോ, പബ്ലിക്കിനകത്ത് ഇമേജ് ഉണ്ട്. ഇത് കിട്ടുന്നുണ്ടോ അറിയാം, നമുക്ക് എന്ത് ചെയ്യാം, HTTP ഇതൊക്കെ ഓക്കെ ആണല്ലോ, ലോക്കൽ ഹോസ്റ്റ്. അതായത് നമ്മുടെ സർവറിലുള്ള ഒരു ഇമേജിനെ നമുക്ക് എന്ത് ചെയ്യാം, URL ത്രൂ ഇനി ആക്സസ് ചെയ്യാം. അതിന്റെ കറക്റ്റ് അഡ്രസ് കൊടുത്താൽ മതി അല്ലേ. ഇത് വർക്ക് ആവണമെങ്കിൽ ഇത് കൊടുക്കണം, ഇത് ഇല്ല എങ്കിൽ ഇത് കിട്ടില്ല. അതിനാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. ഓക്കെ, നമ്മൾ പൊതുവെ ഇമേജ് ഇടുന്നത് പബ്ലിക്കിനകത്ത്, പിന്നെ ഇമേജ് എന്ന് പറഞ്ഞ ഫോൾഡറിലായിരിക്കും. കാര്യം പബ്ലിക്കിനകത്ത് നമ്മൾ ഇമേജ് ഇടും, CSS വേണ്ടി CS ഇടും, ഇതെല്ലാം ചെയ്യും. അപ്പം ഈ URL മാറ്റം പറ്റണോ, എന്താക്കണം, /images/ ഇപ്പോഴാണ് കറക്റ്റ് ആയത്. പബ്ലിക് എന്ന് പറഞ്ഞ പേര് കൊടുക്കണ്ട. പബ്ലിക്കിനകത്ത് വേറെ ഫോൾഡർ ഉണ്ടെങ്കിൽ അവിടെ തൊട്ട് തുടങ്ങണം. പബ്ലിക്കിനകത്ത് വേറെ ഫോൾഡർ ഇല്ലെങ്കിൽ ഡയറക്റ്റ് പേര് കൊടുത്താൽ മതി. ഇത്ര ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് വെച്ചാൽ എങ്ങനെ ഇമേജ്, നമ്മളിപ്പോൾ ചെയ്ത ഇമേജ് കോപ്പി ചെയ്താൽ അല്ലേ, നമുക്ക് എങ്ങനെ ഇമേജ് അപ്ലോഡ് ചെയ്യാം എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ അതിനുവേണ്ടി നമ്മളൊരു API എഴുതണം. ഓക്കെ ആണല്ലോ, ഇമേജ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, നമ്മളിപ്പോൾ എന്താ, യൂസറിനെ പോസ്റ്റ് ചെയ്യുന്നു, പ്രൊഡക്റ്റ് പോസ്റ്റ് ചെയ്യുന്നു, യൂസറിനെ ഗെറ്റ് ചെയ്യുന്നു, യൂസറിനെ പാച്ച് ചെയ്യുന്നു. അപ്പൊ അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്തു, ഓരോ API എഴുതിയില്ലേ. അതുപോലെ ഇമേജ് ഇനി സർവറിലേക്ക് അപ്ലോഡ് ചെയ്യാൻ നമ്മൾ API എഴുതണം. ഓക്കെ, ആ API ഞാൻ എഴുതാൻ പോവാണ്. ആപ്പ് ഡോട്ട് പോസ്റ്റ് URL /image കൊടുക്കുന്നു, പ്രസ്. അപ്പൊ ഇമേജ് അപ്ലോഡ് ആയി കഴിഞ്ഞാൽ ഇവിടുന്ന് റെസ്പോൺസ് പോവും, പ്രസ് ഡോട്ട് സ്റ്റാറ്റസ് 200.json മെസ്സേജ് ഇമേജ് അപ്ലോഡ്. നമ്മൾ ആദ്യമേ പോസ്റ്റ് വഴിയാണ് അപ്ലോഡ് ചെയ്യുന്നത്, പിന്നെയാണ് നമ്മൾ ഫ്രണ്ടിലേക്ക് പോവുക. ഓക്കെ, പോസ്റ്റ് വഴിയാണ് അപ്ലോഡ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ഇമേജ് അപ്ലോഡ് ചെയ്യാനുള്ള URL. ഓക്കെ ആണല്ലോ. ഇപ്പൊ പോസ്റ്റ് വഴി അപ്ലോഡ് ചെയ്യാൻ വേണ്ടി നമ്മളൊന്നും എഴുതിയിട്ടില്ല, ഞാൻ പോസ്റ്റ് വഴി ആദ്യം അങ്ങനെയാണ് അപ്ലോഡ് ചെയ്യുന്നത് കാണിക്കാം. ഇവിടെ വന്നു, പുതിയ ക്രിയേറ്റ് അല്ലേ, റിക്വസ്റ്റ് ആഡ് ചെയ്യാം. റിക്വസ്റ്റ് പോസ്റ്റ് ആണ്, http://localhost 8888/ ഇമേജ് അല്ല, അതെന്ന് വെച്ചാൽ ഇമേജ് ആക്സസ് ചെയ്യാനുള്ള ലിങ്കാ. അതായത് ആ ഇമേജ് /ഇമേജിന്റെ പേര് എന്ന് പറഞ്ഞു കൊടുക്കുന്നത് നമ്മുടെ ഇമേജ് എന്ന് പറഞ്ഞ ഫോൾഡറിൽ കിടക്കുന്നതുകൊണ്ട് ആ ഇമേജ് ആക്സസ് ചെയ്യാനുള്ള ലിങ്കാണ് അത്. ഇത് ഞാൻ ഉദ്ദേശിക്കുന്ന പോസ്റ്റ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്നത് അതിന്റെ പേര് അപ്ലോഡ് ഉണ്ടാക്കാം. ഇത് ഇമേജ് അപ്ലോഡ് ചെയ്യാനുള്ള ലിങ്കാണ്. മറ്റേത് ഓൾറെഡി അപ്ലോഡ് ചെയ്ത് വെച്ചേക്കുന്ന ഇമേജിനെ നമുക്ക് URL ആക്സസ് ചെയ്യാനുള്ള ലിങ്കാണ് മറ്റേത്, /image/ഇമേജിന്റെ പേര്. ഇത് ഇമേജ് അപ്ലോഡ് ചെയ്യാനുള്ള ലിങ്കാണ്. മനസ്സിലായോ? ഓക്കെ, ഇപ്പൊ ഇത് അപ്ലോഡ് ആക്കി പേര്. അപ്പം അപ്ലോഡ്, ഇതാണ് ലിങ്ക്. നമുക്ക് എന്ത് ചെയ്യണം, ഇതിലേക്ക് ഒരു ഇമേജ് അപ്ലോഡ് ചെയ്യണം. അപ്പം പോസ്റ്റ് വഴി എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ എന്താ, ബോഡി എടുത്തിട്ട് നമ്മൾ എഴുതുകയല്ല ചെയ്യുക, ഒരു ഇമേജ് ചൂസ് ചെയ്താണ് അപ്ലോഡ് ചെയ്യുന്നത് ഇല്ലേ. ഇപ്പൊ ഇമേജ് അപ്ലോഡ് ചെയ്യുന്നത് എങ്ങനെ വെച്ചാൽ ഇവിടെ ഫോം ഡേറ്റ ഉണ്ടോ. ഈ ഫോം ഡേറ്റ എന്ന് പറയുന്നത് ശരിക്കും ഈ ഇമേജ് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു എൻക്രിപ്ഷൻ ടൈപ്പാണ്. അതായത് എൻക്രിപ്ഷൻ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ഡേറ്റ, ആ ഡേറ്റയെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ അതിന് വേറെ ഫോർമാറ്റിലേക്ക് മാറ്റണം. ഇപ്പോൾ ഏത് ഡേറ്റ ആണെങ്കിലും നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പ് ബൈനറി ഫോർമാറ്റ് മാറ്റിയിട്ടാണ് സെൻഡ് ആവുക. ഓക്കെ ആണല്ലോ. അപ്പൊ ഇമേജിനെ അതിന് ആപ്റ്റ് ആയിട്ടുള്ള ബൈനറി ഫോർമാറ്റിലേക്ക് മാറ്റാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൈപ്പാണ് ഫോം ഡേറ്റ. എല്ലാം അയക്കാം, ടെക്സ്റ്റ് അയക്കാം, എന്തും അയക്കാം, ഇത്രേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ JSON പറഞ്ഞ അയക്കില്ലേ, നമുക്ക് ഡേറ്റ അയക്കണം, നമ്മൾ JSON എന്ന് പറഞ്ഞ ഫോർമാറ്റിൽ എഴുതിയാണ് അയക്കാം ഇല്ലേ. എന്ന് പറഞ്ഞാൽ ഇമേജ് ഒക്കെ നമ്മൾ അയക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഫോർമാറ്റാണ് ഫോം ഡേറ്റ ഫോർമാറ്റ്. ഓക്കെ ആണല്ലോ. അപ്പം നമ്മൾ അറിയേണ്ട ജസ്റ്റ് ഫോം ഡേറ്റ ക്രിയേറ്റ് ചെയ്യുക, നമ്മൾ സെൻഡ് ചെയ്യുക, അത്രേ ഉള്ളൂ. ആ ഫോർമാറ്റിൽ എന്ത് സംഭവിക്കുന്നുള്ളതെന്ന് പറയണ്ട, കാര്യം അത് ബൈനറി കൺവേർഷൻ ആണ് നടക്കുന്നത്. ഓക്കെ ആണല്ലോ. അതാണ് ഈ ഫോർമാറ്റ്. ഫോം ഡേറ്റ എന്ന് പറഞ്ഞ ഫോർമാറ്റ് നമുക്ക് ഇമേജ് മാത്രമല്ല എന്തും അയക്കാം.
പക്ഷേ നമുക്ക് ജേസൺ എന്ന് പറഞ്ഞ ഫോർമാറ്റ് ഇമേജ് അയക്കാൻ പറ്റില്ല. ഇമേജ് അയക്കണമെങ്കിൽ ബൈനറി ഉപയോഗിക്കണം. പക്ഷേ ഇതിനകത്ത് നമുക്ക് ടെക്സ്റ്റ് വയ്ക്കാം. അപ്പോൾ ഇവിടെ ഫോം ലെറ്റർ ചൂസ് ചെയ്യാം. ഓക്കെ ആണല്ലോ. എന്നിട്ട് ഇവിടെ കണ്ടോ, ഇവിടെ ഒരു ബോക്സ് കണ്ടുണ്ടാവും. ഈ ബോക്സ് വഴിയാണ് നമ്മൾ അയക്കുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ ടെക്സ്റ്റ് എന്നുണ്ടാവും. ഓക്കെ ആണല്ലോ. ഈ ടെക്സ്റ്റ് മാറ്റി ഫയലാക്കാം. ഓക്കെ ആണല്ലോ, ഫയലാക്കാം. എന്നിട്ട് നമ്മൾ ഇവിടുന്ന് നമുക്ക് ഇഷ്ടമുള്ള ഒരു കീ നമ്മുടെ ഇമേജ് ഇവിടെ സെൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും അല്ല നെയിം അയക്കുന്ന ഒരു കീയിൽ, നെയിം എന്ന് പറഞ്ഞ കീയിൽ നെയിം അയക്കുന്നു, ഏജ് എന്ന് പറഞ്ഞ കീയിൽ ഏജ് അയക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ കാര്യം നമ്മൾ ഇവിടെ അയക്കുന്ന ഡാറ്റ റിക്വസ്റ്റിനകത്ത് ബോഡിയിലാണ് സെൻഡ് ആവുന്നത് അല്ലേ. അപ്പോൾ റിക്വസ്റ്റിനകത്ത് ബോഡിക്കകത്ത് ഒരു കീയിലാണ് നമ്മൾ അയക്കുക. റിക്വസ്റ്റ് ബോഡി എന്ന് പറഞ്ഞ ഒരു ഒബ്ജക്റ്റ്. അപ്പോൾ അവിടെ നമ്മൾ കീയിൽ വേണം ഇത് അയക്കാൻ. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് ചെയ്യുക, ഇവിടെ ടൈപ്പ് ഫയൽ കൊടുക്കുക. ഇവിടെ ഓൾറെഡി കിടന്ന ടെക്സ്റ്റ് ആണ്, അത് ഞാൻ ഫയലാക്കി. കൈന്ന് അയക്കാൻ പോകുന്ന ഒരു ഫയലല്ലേ, ഇമേജ് എന്ന് പറഞ്ഞ ഫയലല്ലേ, ടെക്സ്റ്റ് അല്ലല്ലോ, അത് കൊടുക്കുക. എന്നിട്ട് ഇവിടെ നമ്മൾ കീ ആയിട്ട് ഇഷ്ടമുള്ള കീ കൊടുക്കാം. നമ്മൾ ഇമേജ് സെൻഡ് ചെയ്യാൻ പോകുന്ന കീ. അപ്പോൾ ഞാനിവിടെ എന്താ ഇമേജ് കീ, ചുമ്മാ ഒരു ഇമേജ് കീ കൊടുക്കും. ഓക്കെ, എന്നിട്ട് ഇവിടെ വന്നിട്ട് സെലക്ട് ഫയൽസ് കൊടുക്കുക. നമ്മുടെ കമ്പ്യൂട്ടറിൽ ഒരു ഫയൽ സെലക്ട് ചെയ്യാം. സെൻഡ് ചെയ്യുന്നില്ല, ഇപ്പം ജസ്റ്റ് സെലക്ട് ചെയ്ത് മാത്രം കാണിക്കണേ. ഞാൻ ഇവിടുന്ന് ഞാൻ ചൂസ് ചെയ്ത് ഓപ്പൺ കൊടുക്കും. അപ്പൊ ഇമേജ് സെലക്ട് ആയി. ഇനി അവിടെ നിന്ന് സെൻഡ് അടിച്ചാൽ ഈ URL-ലേക്ക് ഇമേജ് സെൻഡ് ആവും. ഓക്കെ ആണല്ലോ. അതായത് ഇവിടേക്ക് ആ ഇമേജ് വരും, ഇതിന്റെ ബോഡിയിൽ ആ ഇമേജ് വരും. ഓക്കെ, നമുക്ക് ബോഡി കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, app.use express.json വേണ്ടേ, മില്ലർ ആണല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ നിന്ന് സെൻഡ് ചെയ്താൽ ഇവിടേക്ക് ആ ഇമേജ് വരും. ഓക്കെ ആണല്ലോ. അപ്പൊ ഇമേജ് വരുന്നത് ബൈനറി ആയിട്ടായിരിക്കും. നമ്മൾ ആ ഇമേജിനെ എടുത്തിട്ട് കൺവേർട്ട് ചെയ്ത് എന്ത് ചെയ്യണം, സ്റ്റോർ ചെയ്യണം. നമുക്കറിയോ കൺവേർട്ട് ചെയ്യാൻ ബൈനറി ഫോർമാറ്റിനെ PNG ഓ JPEG ആക്കാൻ നമുക്കറിയാം. നമുക്കറിയില്ല, അത് പഠിക്കണമെങ്കിൽ ഇനി അതിന് 6 മാസം എടുക്കും. കാര്യം എന്താണ് PNG, എന്താണ് JPEG. കാര്യം ഇമേജ് പറഞ്ഞാൽ പല ഫോർമാറ്റ് ആവും, JPEG ആവും, PNG ആവും, WebP ആവും. ഓരോ ഫോർമാറ്റും ഓരോ അൽഗോരിതം വർക്ക് ചെയ്യാം. നമുക്കതൊന്നും അറിയില്ല. നമ്മളത് ആസ് എ ഡെവലപ്പർ നമ്മളത് പഠിക്കുകയാണെങ്കിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ അതിന് തന്നെ ടൈം എടുക്കും. അപ്പൊ നമ്മൾ ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് മൾട്ടർ എന്ന് പറയുന്ന ഒരു പാക്കേജാണ്. മൾട്ടർ എന്ന് പറയുന്ന പാക്കേജ്. ഓക്കെ, അപ്പം നിങ്ങൾ കമ്പനി ചെന്നാൽ നിങ്ങൾ മൾട്ടറാണ് ഉപയോഗിക്കാം. ഓക്കെ അല്ല, കാര്യം ഇത് അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കണം എന്താണ് PNG കൺവേർഷൻ, എന്താണ് JPEG. നമ്മളത് അതിനുവേണ്ടി നമ്മൾ മെനക്കേണ്ട ആവശ്യമില്ല. കാര്യം നമുക്ക് അതിനുവേണ്ടി ഓൾറെഡി അത് അറിയാവുന്ന ആൾക്കാർ പാക്കേജ് ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ മൾട്ടർ എന്ന് പറഞ്ഞ ഒരു പാക്കേജ് ഉപയോഗിക്കും. ആ പാക്കേജിനകത്ത് കുറച്ച് കോൺഫിഗറേഷൻ ഉണ്ട്. നമ്മൾ ആ കോൺഫിഗറേഷൻ അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ ചെയ്യണം. കുറയ്ക്കണം, കുറയ്ക്കാൻ ഇവിടെ ഓപ്ഷൻ ഇല്ലടാ, ഓഫ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടോ, കുറയ്ക്കാൻ വേണ്ടി കൂട്ടാല്ലേ, ഞാൻ പറഞ്ഞു പോകാം. തണുക്കുന്നില്ലെന്നാണ് പറഞ്ഞേ. ആ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇത് കുറയ്ക്കണമെങ്കിൽ ഇവര് മറ്റേ അപ്പുറത്ത് പോകണം, അപ്പുറത്തെ ഓഫീസിൽ പോയിട്ട് കുറയ്ക്കണം. രണ്ടുപേർക്ക് കോമൺ. ഓക്കെ 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 ഓക്കെ. അപ്പൊ നമ്മുടെ ആവശ്യം നമ്മൾ പറഞ്ഞത് എന്താ വെച്ചാൽ നമ്മളൊരു ഇമേജ് ഇവിടെ സെൻഡ് ചെയ്യുന്ന ഇമേജ് ഇവിടെ വരുന്നത് ബൈനറി ഫോർമാറ്റിലാണ്. ഓക്കെ, ഈ ബൈനറി ഫോർമാറ്റ് വരുന്ന ഇമേജിനെ ആക്ച്വലി അത് എന്താണോ അതിന്റെ ഫോർമാറ്റ് അതിനെ കൺവേർട്ട് ചെയ്ത് നമ്മൾ പറയുന്ന ഫോട്ടോ സേവ് ആണ്. നമുക്ക് ഏത് ഫോട്ടോയിലാണ് സേവ് ചെയ്യണ്ടേ, പബ്ലിക്കിനകത്തുള്ള ഇമേജസ് ഫോൾഡറിലാണ് ഇത് സേവ് ആവേണ്ടത്. കാര്യം അത് സേവ് ആയാലും നമുക്ക് URL വഴി ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ ഇല്ലേ. നമ്മൾ ഇവിടുന്ന് ഒരു ഇമേജ് പോസ്റ്റ് ചെയ്താൽ ഇത് പോയി സേവ് ആവണം. ആ ഇമേജ് ആക്സസ് ചെയ്യാനുള്ള URL ജനറേറ്റ് ചെയ്ത റെസ്പോൺസ് ആയിട്ട് തരാൻ വേണം. ഇതാണ് നമുക്ക് വേണ്ടത്, മനസ്സിലായോ. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നതാണ് മൾട്ടർ എന്ന് പറഞ്ഞ പാക്കേജ്. നമുക്ക് ആദ്യമായിട്ട് സിമ്പിൾ യൂസ് നോക്കാം, പിന്നെ അതിന്റെ ആക്ച്വൽ യൂസ് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ അതിനുവേണ്ടി ഉപയോഗിക്കാൻ പോകുന്നത് മൾട്ടർ എന്ന് പറഞ്ഞ പാക്കേജ്. അപ്പൊ ഈ പാക്കേജ് നമ്മൾ കൊടുത്താൽ ഈ പാക്കേജ് ഓട്ടോമാറ്റിക്കലി ചെക്ക് ചെയ്ത് നമുക്ക് വേണ്ടി നമ്മൾ പറയുന്ന ഫോട്ടോ സേവ് ചെയ്യും. അപ്പോൾ ഇത് ചെയ്യണമെങ്കിൽ നമ്മൾ അതിന്റെ കോൺഫിഗറേഷൻ കറക്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ അതിനായിട്ട് നമ്മൾ ചെയ്യാൻ വെച്ചാൽ മൾട്ടർ NPM സെർച്ച്. അപ്പൊ നിങ്ങൾ സെർച്ച് ചെയ്തത് മൾട്ടർ NPM സെർച്ച് ചെയ്യുക, അതിന്റെ NPM പേജ് എടുക്കുക. MULTER MULTER ഒന്ന് അപ്ലോഡ് യൂസ് ചെയ്യാൻ. ഓക്കെ, ഓക്കെയോ. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവർ ഇതിനകത്ത് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്. ഈ എക്സാമ്പിൾ നോക്കുമ്പോൾ മനസ്സിലാവും. ഓക്കെ, ആദ്യം ചെയ്യണം വെച്ചാൽ മൾട്ടർ എന്ന് പറഞ്ഞ പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഈ മൾട്ടർ എന്ന് പറയുന്നത് നമ്മൾ മിഡിൽ വെയർ ആയിട്ടാണ് കണക്ട് ചെയ്യുക. നമുക്ക് വേണമെങ്കിൽ മിഡിൽ വെയർ രണ്ടിൽ കണക്ട് ചെയ്യാം. ഒന്ന് അപ്ലോഡ് യൂസ് കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ലിങ്ക് കണക്ട് ചെയ്യാം. അത് മീൻസ് ഏതെങ്കിലും ഒരു റൗട്ടിൽ കണക്ട് ചെയ്യാം. നമ്മൾ പഠിച്ചില്ലേ, റൗട്ടിൽ കണക്ട് ചെയ്യാം നമുക്ക്, അല്ലെങ്കിൽ അപ്ലോഡ് യൂസ് ഉപയോഗിച്ചിട്ട് കണക്ട് ചെയ്യാം. ഇവിടെ നമ്മൾ ചെയ്യാൻ വെച്ചാൽ നോക്കണം, നമ്മൾ ആദ്യം മൾട്ടർ എന്ന് പറഞ്ഞ പാക്കേജ് എന്ത് ചെയ്യുന്നു, ഇൻസ്റ്റാൾ ചെയ്യുന്നു. എന്നിട്ട് ഈ മൾട്ടർ ഉപയോഗിച്ചിട്ട് നമ്മളൊരു മിഡിൽ വെയർ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ അതെങ്ങനെ ക്രിയേറ്റ് വെച്ചാൽ മൾട്ടറിനെ കോൾ ചെയ്യുക. അതിനകത്ത് ഒബ്ജക്റ്റ് ആയിട്ട് ഡെസ്റ്റ് എന്ന് പറഞ്ഞ കീയിൽ നമുക്ക് ഏത് ഫോൾഡറിലേക്കാണോ ഇത് സേവ് ചെയ്യേണ്ടത് ആ ഫോൾഡറിന്റെ പേര് ഇടുക. ഡെസ്റ്റിനേഷൻ എന്നാണ് ഡെസ്റ്റിന്റെ അർത്ഥം. ഓക്കെ, അത് ചെയ്തു. അപ്പം അപ്ലോഡ് എന്ന് പറയുന്ന ഒരു വേരിയബിളിലേക്ക് ഒരു മിഡിൽ വെയർ ഇടും. ഓക്കെ, ഈ മിഡിൽ വെയർ വർക്ക് ചെയ്യേണ്ടത് എപ്പോഴാണ്, ഒരു ഇമേജ് അപ്ലോഡ് ചെയ്യുമ്പോൾ മാത്രമാണ്. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം, ഇമേജ് അപ്ലോഡ് ചെയ്യാനുള്ള ആ ഒരു റൗട്ടിൽ മാത്രം കണക്ട് ചെയ്യാം. നമ്മൾ അപ്ലോഡ് യൂസ് കൊടുത്താൽ എല്ലാ റിക്വസ്റ്റിനെയും കൂടെ വർക്ക് ആവും.
ഏത് റൗട്ടിലേക്ക് റിക്വസ്റ്റ് അയച്ചാലും അപ്ലോഡ് യൂസ് വർക്കാവും അല്ലേ? പക്ഷേ ഈ ഒരു പർട്ടിക്കുലർ റൗട്ടിൽ മാത്രം നമുക്ക് അത് എക്സിക്യൂട്ട് ചെയ്താൽ മതി. അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ /.post ഇവിടെ നമ്മൾ URL കൊടുക്കുന്നു, കോമ നമുക്ക് ആ മിഡിൽ വെയർ കണക്ട് ചെയ്യാം, എന്നിട്ടാണ് ഫംഗ്ഷൻ എഴുതുന്നത്. അപ്പൊ എന്ത് ചെയ്യും, ഒരു റിക്വസ്റ്റ് വന്നാൽ നമ്മുടെ ഈ ഒരു ആ പറഞ്ഞേക്കുന്ന റൗട്ടിലേക്കാണ് റിക്വസ്റ്റ് വന്നെങ്കിൽ ആദ്യം ആ മിഡിൽ വെയർ കൂടെ കയറും. ഇനി ആ മിഡിൽ വെയർ കൊടുത്ത് നോക്കിയാൽ upload.single, അതായത് ഇവിടെ നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒറ്റ ഇമേജ് ആയിട്ട് മേടിക്കാം, ഒന്നിക്കുള്ള ഇമേജ് മേടിക്കാം. ഒറ്റ ഇമേജ് ആണെങ്കിൽ upload.single, ഒന്നിക്കുള്ളുണ്ടെങ്കിൽ upload.array. അതായത് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഇമേജ് വരുന്നത്. ഇപ്പൊ അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ സിംഗിൾ ഇമേജ് അപ്ലോഡ് ചെയ്യാം, മൾട്ടിപ്പിൾ ഇമേജ് അപ്ലോഡ് ചെയ്യാം. അപ്പം സിംഗിൾ ഇമേജ് ആണെങ്കിൽ ഇവിടെ നമ്മൾ കൊടുക്കുന്ന അപ്ലോഡ് സിംഗിൾ ആണ്. അപ്പൊ നമ്മൾ എപ്പോൾ എഴുതുമ്പോൾ നമ്മൾ ആലോചിക്കുക ഇതിനകത്ത് സിംഗിൾ ആണോ മൾട്ടിപ്പിൾ ആണോ വരാൻ പോകുന്നത്. സിംഗിൾ ആണെങ്കിൽ നമ്മൾ ഇവിടെ അപ്ലോഡ് സിംഗിൾ കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഏത് കീയിലാണോ അവിടുന്ന് ഇമേജ് സെൻഡ് ചെയ്യാൻ പോകുന്നത് ആ കീയിനകത്ത് കൊടുക്കുക. നമ്മൾ ഏത് കീ അവിടുത്തെ ഇമേജ് കീ എന്ന് പറഞ്ഞ കീ അല്ലേ, അതിവിടെ കൊടുക്കുക. ഇത്രയും കൊടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് അപ്ലോഡ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ മൾട്ടി തന്നെ എടുത്ത് നമ്മൾ പറഞ്ഞ ഫോൾഡറിലേക്ക് സേവ് ചെയ്യും. നമുക്ക് വർക്ക് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, അപ്പൊ അതിനായിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ മൾട്ടി ഇൻസ്റ്റാൾ ചെയ്യാനുള്ള. ഓക്കെ, npm i മൾട്ടി. ഞാൻ അത് ഇൻസ്റ്റാൾ ചെയ്തു, തിരിച്ച് റൺ ചെയ്തു. ഇനി ഞാൻ നോക്കണം, ഇവിടെ വന്നിട്ട് നമ്മൾ മൾട്ടർ എടുക്കുന്നു, കോൺസ്റ്റ് മൾട്ടർ ഈക്വൽ ടു റിക്വയർ മൾട്ടർ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു മിഡിൽ ക്രിയേറ്റ് ചെയ്യാം. അപ്പം ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഞാൻ അവർ ഉപയോഗിക്കുന്ന അപ്ലോഡ് എന്നാണ്, ഞാൻ അപ്ലോഡ് എന്ന് ഉപയോഗിക്കും. ഈക്വൽ ടു നമ്മൾ ഈ എടുത്ത് ചെയ്യുന്ന മൾട്ടറിനെ കോൾ ചെയ്യുക. അതിലേക്ക് ഒബ്ജക്റ്റ് ആയിട്ട് ഡെസ്റ്റ് എന്ന് പറഞ്ഞ കീഴിൽ ഏത് ഫോൾഡറിലാണോ നമുക്ക് സേവ് ചെയ്യേണ്ട ആ ഫോൾഡറിലേക്ക് ഭാഗത്ത് കൊടുക്കാം. നമുക്ക് ഏത് ഫോൾഡർ സേവ് ചെയ്യണ്ടേ, ഇമേജ് എന്ന് പറഞ്ഞ ഫോൾഡറില്ല. അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്ന ഇവിടെ server.js, server.js ന്ന് ഇമേജിലേക്കുള്ള പാത്രം കൊടുക്കേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, public/images/ അതന്നെ പബ്ലിക്കിനകത്തുള്ള ഇമേജസ്. അപ്പൊ ഡെസ്റ്റിനേഷൻ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു, അത് കൊടുത്തു, സെറ്റ് ചെയ്തു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഇവിടെ വരിക, നമ്മുടെ ഈ ഒരു URL ഉണ്ടല്ലോ /upload കോമ രണ്ടാമത്തെ ആർഗ്യുമെന്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, upload.single എന്ന് കൊടുക്കുക. മൂന്നാമത്തെ കോമ ഇട്ട് മൂന്നാമത്തായിട്ടാണ് നമ്മളെ ഫംഗ്ഷൻ വേണ്ടത്. അപ്പൊ സംഭവിക്കുന്നത് വെച്ചാൽ ഈ ഒരു റൗട്ടിലേക്ക് റിക്വസ്റ്റ് വന്നാൽ ആദ്യം ഇത് എക്സിക്യൂട്ട് ആവും. ഇതൊരു മിഡിൽ വെയർ ആയിട്ട് തന്നെ വർക്ക് ചെയ്യും. ഇത് എക്സിക്യൂട്ട് ആയിട്ട് എന്ത് ചെയ്യും, ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അത് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതിലേക്ക് പോകും. അപ്പൊ ഈ ഫംഗ്ഷൻ വർക്കാവും. അപ്പൊ എന്ത് ചെയ്യും, റെസ്പോൺസ് ആയിട്ട് ഇമേജ് അപ്ലോഡ് വരും. അതായത് ഇത് വർക്കായി ഇമേജ് അപ്ലോഡ് ആയതിനു ശേഷമാണ് ഇത് വർക്കാവുക. അപ്പൊ ഇതിനകത്തേക്ക് നമ്മൾ പാരാമീറ്റർ പാസ് ചെയ്യണം. അതാണ് നമ്മൾ ഏത് കീയിലാണ് ഇമേജ് പാസ് ചെയ്യുന്ന ആക്കി ഇമേജ് കീ എന്നാണ് കൊടുത്തേക്കുന്നത്. അപ്പം ഞാൻ ക്യാപിറ്റലാണ് ഇവിടുന്ന് കൊടുത്തേക്കുന്നത്. അപ്പൊ അത് തന്നെ ഇവിടെ കൊടുക്കാം. ഇത്ര സെറ്റ് ചെയ്തു. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സേവ് ചെയ്യുന്നു. ഇപ്പൊ അത് ഒരു ഇമേജേ ഉള്ളൂ, നെയ്മർ എന്ന് പറഞ്ഞിട്ട്. ഞാൻ ഇവിടുന്ന് മെസ്സേജ് ഇമേജ് ഇവിടെ സെൻഡ് അടിക്കാൻ പോവാം. സെൻഡ് അടിച്ചു. എനിക്ക് എന്തോ എറർ ഉണ്ടെന്ന് നോക്കാം. റാപ്പിഡ് ഫിൽറ്റർ ഇപ്പുറത്ത് നോക്കാം. മൾട്ടർ അൺഎക്സ്പെക്ടഡ് ഫീൽഡ്. നോക്കാം എന്താണ് എറർ എന്നുള്ളത്. കറക്റ്റ് കൊടുത്ത് നോക്കാം. ടെസ്റ്റ് upload.single ഇമേജ് ആ ഒരു പേര് കൊടുത്തതിന്റെ കീയുടെ പ്രശ്നം. പിന്നെ കീ കൊടുത്തപ്പോൾ അത് കറക്റ്റായി. എനിക്ക് തോന്നുന്നു കീ ആയിട്ട് കൊടുക്കുമ്പോൾ ഞാനൊരു ക്യാപിറ്റൽ ഇത് കൊടുത്തില്ലേ, കേക്ക് അതായിരിക്കും വർക്കാവാത്ത. കാര്യം കീ ആയിട്ട് നമ്മൾ എന്ത് കൊടുത്താലും വർക്കാണ്ടാണ്. ഇതിപ്പോ അപ്ലോഡായി. ഇത് നോക്കുവാണെങ്കിൽ എനിക്ക് റെസ്പോൺസിബിലിറ്റി ഇമേജ് അപ്ലോഡ്. ഓക്കെ, ഞാൻ ഇവിടെ അവതാരണമാക്കി, ഇവിടെ കീയുടെ പേര് അവതാരണമാക്കി. ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഫയൽ വന്നിട്ടുണ്ടോ നോക്കിയേ, എന്തോ ഒരു സാധനം വന്നു. തുറന്ന് നോക്കുകയാണെങ്കിൽ അത് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല, കാരണം ഡോക്യുമെന്റ് ഫോർമാറ്റിലാണ് വന്നിട്ട്. അതായത് നമ്മൾ അപ്ലോഡ് ചെയ്ത സാധനം ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അത് കൺവേർട്ട് ചെയ്ത് ബൈനറി ആയിട്ട് ഇവിടെ വരും. ഇവിടെ മൾട്ടർ പേജിൽ അതിനെ എടുത്തിട്ട് മൾട്ടർ അറിഞ്ഞൂടാ ഏത് ഫോർമാറ്റിലേക്ക് മാറ്റണം. മൾട്ടർ അതിനെ എടുത്തിട്ട് ഡോക്യുമെന്റ് ഫോർമാറ്റിലോട്ട് മാറ്റി സേവ് ചെയ്യും. ഓക്കെ, ഇത്രയും സെറ്റ് ആയി. അതായത് നമ്മൾ അപ്ലോഡ് ചെയ്ത സാധനം ഇവിടെ വന്നിട്ടുണ്ട്, പക്ഷെ നമുക്ക് വേണ്ട ഫോർമാറ്റ് അല്ല വന്നേക്കുന്നത്. അപ്പൊ അത് പറഞ്ഞെങ്കിൽ നമ്മൾ കുറച്ച് ദിവസങ്ങൾ ചെയ്യണം. നിങ്ങൾ ആദ്യം ഇത്രയും ചെയ്യാം. ഇത്രയും നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് നോക്കിയിട്ട് നമുക്ക് അടുത്ത് നോക്കാം. അപ്പൊ ഇത്രയും ചെയ്തേ. കോഡ് കറക്റ്റാ. നിങ്ങൾക്ക് അപ്ലോഡ് ആയി നോക്കിയാ ഫോട്ടോ എടുത്തേ. ഇതെന്തിനായിരിക്കും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഡെസ്റ്റിനേഷൻ എന്തായിരിക്കും? 10 minutes 10 മിനിറ്റ്. ഓക്കെ, ഇനി ഒന്ന് അപ്പോഴത്തെ നീ അവിടുന്ന് ആ ഇമേജ് ക്ലോസ് ചെയ്യും. ഇപ്പൊ സെലക്ട് ചെയ്യുന്ന ഇമേജ് ഇല്ലേ, സെലക്ട് ചെയ്ത് വെച്ചേക്കുന്ന ഇമേജ് വാല്യൂല്
അത് ക്ലോസ് ചെയ്യും, അത് ക്ലിക്ക് ചെയ്യും. ഓക്കെ, ഇപ്പൊ നമ്മൾ ഇവിടെ ആകെ കൺട്രോൾ ചെയ്യുന്നത് ഏത് ഫോൾഡർ സേവ് ചെയ്യണം എന്നുള്ളത് മാത്രം അല്ലേ. അതിനാണ് നമ്മൾ എന്ത് ഉപയോഗിച്ചിരിക്കുന്നത്, ഈ സംഭവം. നമുക്ക് ഏത് ഫോൾഡർ സേവ് ചെയ്യണമെന്നും ഏത് ഫോർമാറ്റ് സേവ് ചെയ്യണം എന്നുള്ളത് കൺട്രോൾ ചെയ്യാം. അത് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടെ എക്സ്ട്രാ പണിയുണ്ട്. അത് ഏത് ഫോർമാറ്റ് സേവ് ചെയ്യണം എന്നുള്ളത് കൺട്രോൾ ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ അതിന്റെ ആക്ച്വൽ ഫോർമാറ്റ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ സേവ് ആവുന്ന എങ്ങനെയാണ്, ഡോക്യുമെന്റ് ഫോർമാറ്റില്ല വരുന്നു, ചുമ്മാ ഫോർമാറ്റ് സേവ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഏത് ഫോർമാറ്റ് ആണ് അതിന്റെ ആക്ച്വൽ ഫോർമാറ്റ് ഉണ്ടായിരുന്നത് അതിൽ തന്നെ സേവ് ചെയ്യണം. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങൾ കുറച്ചുകൂടെ താഴേക്ക് സ്ക്രോൾ ചെയ്ത് വരുവാണെങ്കിൽ ഇവിടെ ഡിസ്ക് സ്റ്റോർ ചെയ്യുന്ന പറഞ്ഞ ഏരിയ ആണ്. അപ്പൊ ഒന്നും ചെയ്യേണ്ട, നോക്കിയാൽ മതി. ഈ ഏരിയയിൽ ക്ലാസ്സിലാണ് 10 മിനിറ്റ്സ് ക്ലാസ്സിലാണ് 10 മിനിറ്റ്സ് 10 മിനിറ്റ്. ഓക്കെ, ഇവിടെ കണ്ടോ ഡിസ്ക് സ്റ്റോർ ചെയ്യുന്ന ഏരിയ കണ്ടോ. ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ ഇവർ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഈ ഓപ്ഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഏത് ഫോൾഡറിൽ ഏത് പേര് സേവ് ചെയ്യണം എന്നുള്ളത് സെറ്റ് ചെയ്യുന്നത്. ഇത് വളരെ എളുപ്പമാണ്, ഞാൻ കാണിച്ചത് അങ്ങനെയാണ്. ഇപ്പൊ കാണുമ്പോൾ ഒരുപാടായിട്ട് തോന്നും, പക്ഷേ ഇവർ കോൺഫിഗർ ചെയ്ത് വെച്ചിരുന്ന രീതി ഇതാ. നമുക്ക് അത് 3-4 കാര്യങ്ങൾ മാത്രം മാറ്റിയാൽ മതി. അപ്പൊ അതിനായിട്ട് നമ്മൾ ഇനി ഉപയോഗിക്കാൻ ഈ അപ്ലോഡ് അല്ല, അതിന് പകരം നമ്മൾ വന്നിട്ട് കോൺസ്റ്റ് സ്റ്റോറേജ് എന്ന് പറയുന്ന ഒരു കീ കൊടുക്കുക. എന്നിട്ട് നമ്മുടെ മൾട്ടറിനകത്ത് തന്നെ ഡിസ്ക് സ്റ്റോർ ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അത് യൂസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇവിടെ ചെയ്തേക്കുന്നത് തന്നെ അതിനകത്തേക്ക് ഒരു ഒബ്ജക്റ്റ് പാസ് ചെയ്യുക. അതിന് 2 കീ കൊടുക്കണം. ഒന്ന് ഡെസ്റ്റിനേഷൻ, ഓക്കെ, തൽക്കാലം ഞാൻ വാല്യൂട്ട് ചിമ്മസ്റ്റിംഗ് കൊടുത്തു. അടുത്തത് ഫയൽ നെയിം. ഇതെന്തിനായിരിക്കും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഡെസ്റ്റിനേഷൻ എന്തായിരിക്കും, ഏത് ഫോൾഡറിലേക്ക് സേവ് ചെയ്യണം എന്നുള്ളത് കൊടുക്കുക. ഫയൽ നെയിം എന്തായിരിക്കും, ഏത് ഫയലിന്റെ പേര് സേവ് ചെയ്യണം എന്നുള്ളത് കൊടുക്കുക. ഓക്കെ ആണല്ലോ. ഇതിനെ നമ്മൾ കൊടുക്കണം, നമ്മൾ വിചാരിക്കുന്നത് എന്താ, ഇവിടെ വന്നിട്ട് public/image അങ്ങനെ കൊടുക്കണം അല്ലേ. ഡെസ്റ്റിനേഷൻ എന്താ ഡെസ്റ്റിനേഷൻ, public/image. അത് ഫയൽ നെയിം എന്ന് പറഞ്ഞ ഒരു പേര് കൊടുക്കുന്നു. പക്ഷെ എന്നാൽ അങ്ങനെയല്ല. ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് എന്താ വെച്ചാൽ ഇവർ ഡിസൈൻ ചെയ്തേക്കുന്നത് ഇങ്ങനെയാണ്. അതായത് ഇവിടേക്ക് നമ്മൾ പാസ് ചെയ്യേണ്ട ഒരു ഫംഗ്ഷനാണ്. ഓക്കെ, നമ്മൾ പാസ് ചെയ്യുന്ന ഈ ഫംഗ്ഷന് 3 പാരാമീറ്റേഴ്സ് കിട്ടും. ഒന്ന് റിക്വസ്റ്റ്, ഒന്ന് ഫയൽ. റിക്വസ്റ്റ് മീൻസ് നമ്മൾ സെൻഡ് ചെയ്യുന്ന റിക്വസ്റ്റിന്റെ ഫുൾ ഡാറ്റ. ഒന്ന് ഫയൽ, സെൻഡ് ചെയ്യുന്ന ഫയലിന്റെ ഫുൾ ഡാറ്റ. ഒന്നൊരു കോൾ ഫംഗ്ഷൻ, ഒരു ഫംഗ്ഷൻ അത്. എന്നിട്ട് ഇതിനകത്ത് നമ്മൾ ആ ഫംഗ്ഷനെ കോൾ ചെയ്യുക. ആ ഫംഗ്ഷന്റെ ഒന്നാമത്തെ പാരാമീറ്റർ ആയിട്ട് നൾ കൊടുക്കുക. രണ്ടാമത്തെ പാരാമീറ്റർ ആയിട്ട് വേണം നമ്മൾ എന്ത് കൊടുക്കാൻ, നമ്മുടെ പാത്ത്. അതായത് ഈ കീയുടെ വാല്യൂ ആയിട്ട് നമ്മൾ ഡയറക്റ്റ് കൊടുക്കുക അല്ലെങ്കിൽ ഈ ഫോർമാറ്റ് വേണം കൊടുക്കാൻ. അപ്പൊ ഇത് ഓൾറെഡി നമ്മൾ ആ റിക്വസ്റ്റ് അയക്കുന്ന സമയത്ത് ഇത് വർക്ക് ആകുമ്പോൾ ഈ CB എന്ന് പറയുന്ന ഫംഗ്ഷൻ, ഇതൊക്കെ ഓട്ടോമാറ്റിക് അതിനകത്ത് നിന്ന് കിട്ടുന്ന CB എന്ന് പറയുന്ന ഫംഗ്ഷനകത്ത് രണ്ടാമത്തെ പാരാമീറ്റർ ആയിട്ട് നമ്മൾ പാസ് ചെയ്തേക്കും ഡെസ്റ്റിനേഷനിലേക്ക് സേവ് ചെയ്യും. എന്തിനിങ്ങനെ കൊടുക്കുന്ന വെച്ചാൽ അവരത് അങ്ങനെയാണ് ഡിസൈൻ ചെയ്തേക്കുന്നത്. മനസ്സിലായോ. അപ്പൊ ഇവിടെ നമുക്ക് സാധനം കിട്ടും. അടുത്തത് ഫയൽ നെയിം. ഫയൽ നെയിമും ഇതേ പ്രോസസ് തന്നെ, സെയിം സാധനം. ഇവിടെ കൊടുക്കേണ്ടത് എന്തായിരിക്കും, ഏത് പേരിലാണോ സേവ് ചെയ്യേണ്ടത് ആ പേര്. എന്തോ ഒരു ഓക്കെ, ഇത് അപ്ലോഡിന്റെ ഇവിടെ കൊണ്ടത് പേരാണ്. നമുക്ക് ആ പേര് അറിഞ്ഞുകൂടാ. കാര്യം ആ സെൻഡ് ചെയ്തേക്കുന്ന ആ ഇമേജിന്റെ അതേ പേരിലാണ് നമുക്ക് സേവ് ചെയ്യേണ്ടത് ആണല്ലോ. അതേ എക്സ്റ്റൻഷനാണ് സേവ് ചെയ്യേണ്ടത്. അപ്പൊ എന്ത് ചെയ്യും, ഇപ്പം JPEG ആണെങ്കിൽ ഓട്ടോമാറ്റിക് JPEG ആയിട്ട് തന്നെ സേവ് ആവും. ഇതിപ്പം സേവ് ആവുന്ന സമയത്ത് ഇങ്ങനെ ഫോർമാറ്റ് വരുന്നതിന്റെ കാര്യം എന്താ, കാര്യം നമ്മൾ ഏത് ഫോർമാറ്റ് സെൻഡ് ചെയ്താലും ഇവിടെ വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, ഡോക്യുമെന്റ് ഫോർമാറ്റ് ടൈപ്പ് പോകും. നമ്മുടെ ആവശ്യം എന്താ, നമ്മുടെ ആവശ്യം വെച്ചാൽ നമുക്ക് ഏത് ഫോർമാറ്റിലാണോ നമ്മൾ അവിടെ സെൻഡ് ചെയ്യുന്നത് ആ ഫോർമാറ്റ് തന്നെ സേവ് ആവണം. സേവ് ആവണം. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പൊ അതിനായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യം വെച്ചാൽ ഇവിടെ വരിക. മനസ്സിലായി പറഞ്ഞ കാര്യം. ഓക്കെ, അതെങ്ങനെ വർക്ക് ചെയ്യുമെന്ന് നോക്കുവാണെങ്കിൽ തൽക്കാലം ഞാൻ ഇവിടെ ചുമ്മാ apple.web ചുമ്മാ ഒരു പേര് കൊടുത്തു. നമ്മളെല്ലാം ഈ പേര് കൊടുത്താൽ നമ്മൾ ആദ്യം ഇമേജ് അപ്ലോഡ് ചെയ്തു, അത് apple.web എന്ന് പറഞ്ഞ സേവ് ആവും. അപ്പൊ കറക്റ്റ്. അടുത്ത ഞാൻ PNG ആണെങ്കിലോ അപ്പോഴും അത് apple.web എന്ന് സേവ് ആവും. അപ്പൊ മറ്റേ റീപ്ലേസ് ആവും, കറക്റ്റ് കിട്ടത്തില്ല. നമ്മുടെ ആവശ്യത്തേ ഉള്ളൂ നമ്മൾ ഏത് പേരിലാണോ ഇമേജ് അവിടെ സെൻഡ് ചെയ്യുന്നത് ആ പേര് തന്നെ സേവ് ആവും. ഓക്കെ, അപ്പോൾ നമ്മൾ അവിടെ സെൻഡ് ചെയ്യുമല്ലോ ഇമേജ്, ആ സെൻഡ് ചെയ്യുന്ന ഇമേജിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ഈ ഫയലിൽ കിട്ടും. രണ്ടാമത്തെ പാരാമീറ്ററുള്ള ഫയലിൽ നമുക്ക് അത്രയും വർക്ക് ആവുന്നുണ്ട് നോക്കാം. അപ്പൊ ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് അത് കണക്ട് ചെയ്യണം. കണക്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ വരിക, നമ്മൾ ഈ അപ്ലോഡ് യൂസ് ചെയ്യുക, മൾട്ടർ കൊടുക്കുക. ഇവിടെ ഡെസ്റ്റ് അല്ല, പകരം സ്റ്റോറേജ് എന്ന് പറയുന്ന കീയിൽ സ്റ്റോറേജ് എന്ന് പറഞ്ഞ കീയിൽ ഈ ക്രിയേറ്റ് വെച്ചിരുന്ന സാധനം കണക്ട് ചെയ്യാം. ഓക്കെ, ഇനി അവിടെ സെൻഡ് ചെയ്യാം. സമയം നോക്കിയോ, ഞാൻ അവിടെ സെൻഡ് അടിക്കുന്നു. സെൻഡ് അടിച്ചു. ഇവിടെ നോക്കുവാണെങ്കിൽ ഇത് സെൻഡ് അടിക്കുന്ന സമയത്ത് ഈ ഒരു സാധനം വർക്കാവും. ഇത് വർക്കാവുമ്പം ഇതും വർക്കാവും. ഓക്കെ ആണല്ലോ. ഇത് വർക്കാവുമ്പം ഈ ഒരു ഫയൽ വർക്കാവുമ്പോൾ അവിടെ ഫയൽ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഒബ്ജക്റ്റ് ആണ്. ആ ഒബ്ജക്റ്റിനകത്ത് ഇത്രയും കീസ് ഉണ്ട്, ഫീൽഡ് നെയിം, ഒറിജിനൽ നെയിം, എൻകോഡിംഗ്, MIME ടൈപ്പ്. അവിടെ ഒറിജിനൽ നെയിം കണ്ടോ, ഒറിജിനൽ നെയിം എന്താ, അതിന്റെ ആക്ച്വൽ നെയിം. അതായത് ഇവിടെ സേവ് ആവുന്ന സമയത്ത് ഇവിടെ നോക്കിയേ app.web എന്ന് പറഞ്ഞാൽ സേവ് ആയി. ഇവിടെ സെൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് കൊടുക്കുന്നു, ഫയൽ ഡോട്ട് ഒറിജിനൽ നെയിം. അപ്പൊ എന്ത് ചെയ്യും, ഒറിജിനൽ നെയിമിൽ അത് സേവ് ആവും. മനസ്സിലായോ. അവിടെ സെൻഡ് ചെയ്യുന്ന പേര് ഇവിടെ നമുക്ക് കിട്ടും, ഈ ഫയലിനകത്ത് ഒറിജിനൽ നെയിം കിട്ടും. അപ്പൊ നമ്മൾ ഫയൽ ഡോട്ട് ഒറിജിനൽ നോട്ടാൽ നമ്മൾ എന്താണോ സെൻഡ് ചെയ്യുന്നത് ആ പേര് സേവ് ആവും. നമുക്ക് നോക്കാം. ഞാൻ ഓൾറെഡി ഇതെല്ലാം ഡിലീറ്റ് ചെയ്യുന്നു. നമ്മുടെ ഫോൾഡറിൽ ഇപ്പോൾ ഒന്നുമില്ല. public/image നോക്കുകയാണെങ്കിൽ അതൊന്നുമില്ല. ഞാൻ സെൻഡ് അടിക്കുന്നു.
ഓക്കെ, എംബാപ്പെ. ഞാൻ ഇവിടുന്ന് വേറെ സെൻഡ് ചെയ്യാം. നെയ്മർ. വന്നുണ്ടോ? ഇത് എങ്ങനെ വന്നേ? നമ്മളിവിടെ സെൻഡ് ചെയ്യുന്നു. സെൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മളിവിടെ വേറെ കുറച്ച് ഓപ്ഷൻസ് കൂടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പൊ എന്ത് ചെയ്തു? നമ്മൾ ആ ഓപ്ഷനകത്ത് ഇത് മനസ്സിലാവും ചെയ്തത്. ഇത്രേ ഉള്ളൂ. ജസ്റ്റ് ഇത് തന്നെ കൊടുക്കുക. ഇവിടെ ഫംഗ്ഷനകത്ത് രണ്ടാമത്തെ പാരാമീറ്ററായിട്ട് ഡെസ്റ്റിനേഷനിൽ ഫോൾഡറിന്റെ പേര്, അതുപോലെ ഫയൽ നെയിമിൽ ഫയലിന്റെ പേര് കൊടുക്കണം. അപ്പൊ ഫയലിന്റെ പേര് എന്ന് പറഞ്ഞാൽ നമ്മൾ സെൻഡ് ചെയ്യുന്ന ഫയലിന്റെ പേര് നമുക്ക് ഈ ഫയൽ കിട്ടും. ഫയൽ എന്ന് പറഞ്ഞ ഒബ്ജക്റ്റിനകത്ത് ഒറിജിനൽ നെയിം എന്ന് പറഞ്ഞ കീ കിട്ടും. നമ്മൾ അതിനെ കൊടുക്കുന്നു. അപ്പൊ സെൻഡ് ചെയ്യുന്ന അതേ പേര് തന്നെ ഇവിടെ സേവ് ആഡ് ചെയ്യാം. പ്ലസ് ചെയ്താൽ അത് പക്ഷേ ലാസ്റ്റ് കൊടുക്കല്ലേ, തുടർന്ന് കൊടുക്കണം. ലാസ്റ്റ് കൊടുത്താൽ ആ വെബ് ആ ഒരു എക്സ്റ്റൻഷൻ കഴിഞ്ഞിട്ട് ആടാവും. അപ്പൊ നിനക്ക് ആ സബ്സ്ട്രിംഗ് നീ ആദ്യം കൊടുക്കണം. ആ എക്സ്റ്റൻഷൻ ആണ് ഇമ്പോർട്ടന്റ്. ആ എക്സ്റ്റൻഷനാണ് സേവ് ആവുന്നത്. മനസ്സിലായോ? പറയുന്നത് നോക്കിയേ. വരുവാണേ. ഫയൽ നെയിം, ഫീൽഡ് നെയിം, എല്ലാ സാധനവും ഉണ്ട്. അപ്പൊ നമുക്ക് റെസ്പോൺസ് CTP ലോക്കൽ ഹോസ്റ്റ് അപ്ലോഡ് ആയി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? റെസ്പോൺസ് ആയിട്ട് ഇപ്പൊ എന്താ വന്നോണ്ടിരിക്കുന്നത്? ഇമേജ് അപ്ലോഡ് എന്നാണ്. നമുക്ക് ശരിക്കും വേണ്ട റെസ്പോൺസ് ആയിട്ട് ആ ഇമേജിലേക്കുള്ള URL, ആ ഇമേജിലേക്കുള്ള URL. അപ്പൊ ഈ ഇമേജ് നമ്മൾ അപ്ലോഡ് ചെയ്തു. ഈ ഇമേജ് അങ്ങനെ ആക്സസ് ചെയ്യുന്നത് HTTP ലോക്കൽ ഹോസ്റ്റ് കൊടുക്കുന്ന റെസ്പോൺസ്. അത് ഈ വരുന്ന റെസ്പോൺസിൽ വരേണ്ടത് URL. അതെങ്ങനെ എടുക്കാന്ന് വെച്ചാൽ റെസ്പോൺസ് ആയിട്ട് ഇപ്പൊ നമ്മൾ ഇമേജ് അപ്ലോഡ് എന്നല്ല അയക്കുന്നത്. ഈ റിക്വസ്റ്റ് ആണോ? ഈ റിക്വസ്റ്റിനകത്തേക്ക് നമ്മൾ നോക്കാം. നമ്മളിപ്പം ഓൾറെഡി മിഡിൽ വെയർ കണക്ട് ചെയ്തു, മൾട്ടർ എന്ന് പറഞ്ഞ മിഡിൽ വെയർ അല്ലേ? ഈ മൾട്ടർ എന്ത് ചെയ്യും? ഈ നമ്മൾ അവിടുന്ന് നമ്മുടെ ബോഡി സെൻഡ് ചെയ്യുന്ന ഇമേജിനെ എടുത്ത് നമ്മൾ ആ കീയിൽ സെൻഡ് ചെയ്യുന്ന ലവദാർ എന്ന് പറഞ്ഞ കീയിൽ സെൻഡ് ചെയ്യുന്ന ഇമേജിനെ എടുത്തിട്ട് നമ്മൾ പറഞ്ഞ ഡെസ്റ്റിനേഷനിലേക്ക് പറഞ്ഞ പേര് സ്റ്റോർ ചെയ്യും. അത് കഴിഞ്ഞാൽ അടുത്തത് ചെയ്യും, അടുത്ത റിക്വസ്റ്റിനെ കോൾ ചെയ്യും. ഇത് വർക്കാവും. അതായത് നമ്മുടെ ഈ പറഞ്ഞ മിഡിൽ വെയർ അങ്ങനെയുള്ള ചെയ്യാം. അടുത്തേക്ക് പാസ് ആവും. പാസ് ആകുമ്പോൾ ആ പാസ് ആവുന്ന റിക്വസ്റ്റിലേക്ക് ഈ മിഡിൽ വെയർ എന്താണെന്ന് വെച്ചാൽ ഫയൽ എന്ന് പറയുന്ന ഒരു കീയും കൂടെ കണക്ട് ചെയ്യും. ഓക്കെ, ഇവിടെ വന്നിട്ട് നമ്മൾ കൺസോൾ ഡോട്ട് ലോഗ്, ഇത് ഇല്ലെങ്കിൽ വരത്തില്ല, ഈ മിഡിൽ വെയർ ഉള്ളതുകൊണ്ടാണ് കൺസോൾ ഡോട്ട് ലോഗ് റിക് ഡോട്ട് ഫയൽ എന്ന് കൊടുത്തു. സേവ് ചെയ്തു. ഞാൻ ഒന്ന് സെൻഡ് ചെയ്യാം. ആ റിക് ഡോട്ട് ഫയൽ കൺസോൾ ചെയ്ത് നോക്കുവാണെങ്കിൽ അതിനകത്ത് എന്തുണ്ട്? സെയിം സാധനം, ഫയൽ നെയിം, ഫീൽഡ് നെയിം, എല്ലാ സാധനവും ഉണ്ട്. അപ്പൊ നമുക്ക് റെസ്പോൺസ് അയക്കുമ്പോൾ എന്ത് ചെയ്യാം? URL HTTP തുടക്കം എന്താ / ലോക്കൽ ഹോസ്റ്റ് 8888/images/ എന്താ ഉണ്ടേ? ഫയലിന്റെ പേരല്ലേ? അതല്ലേ URL ഉണ്ടേ? ഫയലിന്റെ പേരോടുണ്ട്. ഈ റിക് ഡോട്ട് ഫയലിനകത്ത് ഒറിജിനൽ നെയിമിലുണ്ട്. ഏതാ പാത്ത്? എവിടെ? അപ്പൊ അത് പബ്ലിക് ഫോൾഡറിലേക്കുള്ള പാത്തിലാണ്. ഇതാണ് നമ്മൾ കറക്റ്റ്. നമ്മൾ ഈ പാത്തിലാണ് ആക്സസ് ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു ഫോൾഡറിൽ കിടക്കുന്ന സാധനം നമ്മൾ URL വഴി എങ്ങനെ ചെയ്യുന്നത്? ഈ പബ്ലിക് / പറഞ്ഞാണോ? HTTP ഇങ്ങനെയല്ലടാ. ഇതല്ലേ നമ്മൾ ഇതെന്ന് വെച്ചാൽ ഫോൾഡറിലേക്കുള്ള പാത. നമുക്ക് ആ URL വഴി ആക്സസ് ചെയ്യണമെങ്കിൽ ഇതാണ് അതിന്റെ കറക്റ്റ് പാത്ത്. നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? ഇവിടെ ഫയൽ നെയിം എന്നൊരു ഓപ്ഷൻ ഉണ്ട്. സേവ് ചെയ്ത ഫയലിന്റെ പേര് ഇവിടെ ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? പ്ലസ് റിക് ഡോട്ട് ഫയൽ നെയിം എന്ന് കൊടുത്താൽ കൊടുത്ത് നോക്കാം. സേവ് ചെയ്യുന്നു. എന്നിട്ട് ഞാനിവിടെ സെൻഡ് ചെയ്യുകയാണെങ്കിൽ റെസ്പോൺസ് അല്ലെങ്കിൽ URL കിട്ടും. ഞാൻ ഈ URL ക്ലിക്ക് ചെയ്താൽ മനസ്സിലായി. അപ്പൊ നമ്മൾ ആ ഇമേജ് ആക്സസ് ചെയ്യാനുള്ള URL അവിടെ ജനറേറ്റ് ചെയ്തു. ഇനി നമ്മൾ ഈ പോസ്റ്റ് ചെയ്തിട്ട് ഈ URL എടുത്താണ് നമ്മൾ സേവ് ചെയ്യുക. മനസ്സിലായി? അപ്പൊ അത് ചെയ്തേ. ഇവിടെ പാത്ത് വരുമ്പോൾ പബ്ലിക് വരും. പബ്ലിക് ഇല്ലല്ലോ. പാത്ത് വയ്ക്കുന്നത് പബ്ലിക് / പബ്ലിക് ഒക്കെ വേണ്ട. പബ്ലിക് വേണ്ട.